നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ വിവാദം, ആ വിവാദങ്ങൾക്ക് ഇന്നിപ്പോൾ സുപ്രീം കോടതി തന്നെ വിരാമമിട്ടിരിക്കുകയാണ്. കോൺഗ്രസ്സാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അവർ അവരുടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ അത്തരത്തിലൊരു ഹർജി നൽകിയത്. എന്നാൽ ആ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. റിട്ടേണിംഗ് ഓഫീസർക്കാണ് ഇതിൻ്റെ പത്രിക വിവിധ വശങ്ങൾ പരിശോധിച്ച് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. അത് അദ്ദേഹം ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് പരിശോധിക്കേണ്ടത്. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു റിട്ട് പെറ്റീഷനായി ഇത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ്. തീർച്ചയായും മീനാക്ഷി നടരാജൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഹർജിയായി, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഹർജിയായി വിഷയം ഉന്നയിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി സുപ്രീം കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് മധ്യപ്രദേശിൽ നിന്നും ഒഴിവ് വന്നിട്ടുള്ളത്. മധ്യപ്രദേശ് നിയമസഭയിലെ ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് 2 പേരെ BJPക്ക് വിജയിപ്പിക്കാൻ സാധിക്കും, എന്നാൽ ഒരാളെ കോൺഗ്രസിനും വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഈ സാഹചര്യത്തിൽ, അതായത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പായിരുന്നു, 2 BJP സ്ഥാനാർത്ഥിക്കും വിജയം ഉറപ്പായിരുന്നു. BJP 3 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളപ്പെട്ടു. ഈ കഴിഞ്ഞ ജൂൺ 9-ാം തീയതിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക വരണാധികാരി തള്ളിക്കളഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്ന മീനാക്ഷി നടരാജൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരിൽ തെലങ്കാനയിൽ ഒരു കേസുണ്ടായിരുന്നു. അത് ചെറിയ കേസല്ല, ഒരു ലൈംഗിക പീഡന കേസാണ്. ആ കേസിൽ ഒരു പ്രതിയാണ്, അതായത് ഈ അവിടെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് മറ്റൊരു കോൺഗ്രസ് വനിതാ നേതാവിനെ ശാരീരികമായി പീഡിപ്പിക്കുന്നു. ആ പരാതി ഉൾപ്പെടെ പരിശോധിക്കേണ്ട, അല്ലെങ്കിൽ ആ പരാതിയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട തെലങ്കാനയുടെ ചാർജുള്ള കോൺഗ്രസ് നേതാവാണ് മീനാക്ഷി നടരാജൻ. പക്ഷേ അവർക്കത് അടക്കം പരാതി കൊടുത്തിട്ടും ഈ പരാതി വേണ്ട വിധം പരിഗണിക്കുകയോ ഇരയെ കൃത്യമായി തന്നെ പരിഗണിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇര പിന്നീട് കേസ് കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ മീനാക്ഷി നടരാജനെയും കൂടി പ്രതിയാക്കിയിട്ടാണ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കേസാണ് തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിൻ്റെ വിശദാംശങ്ങൾ പത്രികയിൽ കാണിച്ചിരുന്നില്ല മീനാക്ഷി നടരാജൻ. അങ്ങനെ ആ പത്രിക തള്ളിപ്പോകുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന BJP, അതേ സീറ്റിൽ മത്സരിച്ചിരുന്ന, ജയസാധ്യത ഒട്ടുമില്ലാതിരുന്ന BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. 3 പേർക്കും വരണാധികാരി വിജയിച്ചതായി, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതായത് രജനീഷ് അഗർവാൾ എന്ന BJP നേതാവ്, അതോടൊപ്പം തന്നെ തരുൺ ചുഗ് എന്ന് പറയുന്ന മറ്റൊരു നേതാവ്, മഹേഷ് കേവട്ട് എന്ന് പറയുന്ന 3ാമത്തെ സ്ഥാനാർത്ഥി. ഇങ്ങനെ 3 സ്ഥാനാർത്ഥികളും വിജയിക്കുകയായിരുന്നു. ഇതിൽ മഹേഷ് കേവട്ടിനാണ് വിജയസാധ്യത ഇല്ലാതിരുന്നത്. അവിടെ മീനാക്ഷി നടരാജനാണ് ജയിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒരു ചെറിയൊരു കേസിൻ്റെ വിശദാംശം അത് പ്രകടന പത്രികയിൽ അല്ല, നാമനിർദ്ദേശ പത്രികയിൽ കാണിക്കാതിരിക്കുക എന്ന മണ്ടത്തരമാണ് കോൺഗ്രസ് അവിടെ കാണിച്ചത്. അങ്ങനെ ആ മണ്ടത്തരം കാണിച്ചത് കാരണം തള്ളിപ്പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ 3 BJP സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം മധ്യപ്രദേശ് സംസ്ഥാനത്തുണ്ടാകുന്നു. സത്യത്തിൽ നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, അത് അടുത്ത 1-2 ഘട്ടം തെരഞ്ഞെടുപ്പുകൾ കൂടിയുണ്ട്. ഏതാണ്ട് 10-24ഓളം സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ 17-18 സീറ്റുകൾ പരമാവധി നേടുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിനായി BJPയുടെ കേന്ദ്ര നേതൃത്വം ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്. കാരണം രാജ്യസഭയിൽ BJPക്ക് പരമാവധി അംഗങ്ങളുടെ ആവശ്യമുണ്ട്. എണ്ണം 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കാരണം ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയുടെ MP-മാർ, ഈ 10 MP-മാരിൽ, രാജ്യസഭാ MP-മാരിൽ 7 MP-മാരും BJPയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാരെല്ലാം രാജിവെക്കുന്നു. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും നിലവിലുള്ള നിയമസഭയുടെ ഒരു ഘടന അനുസരിച്ച് BJP സ്ഥാനാർത്ഥികളായിരിക്കും വിജയിച്ചു വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായി 3-2 ഭൂരിപക്ഷത്തിലേക്ക് രാജ്യസഭയിൽ BJPക്ക് എത്താൻ സാധിക്കും. അതൊരു ചെറിയ നേട്ടമാവില്ല. അതുകൊണ്ട് തന്നെ ഈ നേട്ടം കയ്യെത്തിപ്പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി BJP കേന്ദ്ര നേതൃത്വം ഈ പറയുന്ന ക്രോസ് വോട്ടിംഗ് അടക്കം നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തി പരമാവധി സീറ്റുകളിൽ ആളെ നിർത്തി, ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ മാത്രമല്ല
പരമാവധി സീറ്റുകളിൽ ആളെ നിർത്തി ക്രോസ് വോട്ടിംഗ് എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ രാജ്യസഭയിലേക്ക് എത്തിക്കുക എന്ന ഒരു തീരുമാനമാണ് ദേശീയ തലത്തിൽ BJP എടുത്തിരിക്കുന്നത്. അത്തരം നീക്കങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുന്നിട്ടിറങ്ങുകയാണ്, നേതൃത്വം നൽകുകയാണ്. ഈ സാഹചര്യത്തിലാണ് മധ്യപ്രദേശിൽ 3 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ആ 3 സീറ്റുകളിൽ ഒരു സീറ്റിൽ കോൺഗ്രസ്സിന് ഉറപ്പായും ജയിക്കാമായിരുന്നു. അവിടെ കോൺഗ്രസ് മണ്ടത്തരം കാണിക്കുന്നു. കോൺഗ്രസ് ഇത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കും എന്ന BJPക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് പോലെ BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അദ്ദേഹവും വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മീനാക്ഷി നടരാജൻ്റെ പത്രിക തള്ളിയതിനെതിരെ അതിശക്തമായ സമരമാണ് കഴിഞ്ഞ 2 ദിവസമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് നടത്തി വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പരാതിക്ക് പോകുന്നു. KC വേണുഗോപാൽ അടക്കം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ വളരെയധികം താല്പര്യത്തോടു കൂടി ഇടപെടുന്നുണ്ട്. സമരം നടത്താൻ ഞാനും കൂടി പോന്നോട്ടെ എന്ന് രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ ഫോൺ ചെയ്ത് ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ചെറിയൊരു സംശയം ഉളവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഷയമായി ഇത് പരിണമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇതൊരു നല്ലൊരു ദേശീയ തലത്തിലുള്ള പൊളിറ്റിക്കൽ മെറ്റീരിയലാണ്. കാരണം തെലങ്കാനയിൽ ഒരു കേസ്, ആ കേസ് ഒരു പൂർണ്ണമായും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് തനിക്ക് അക്കാര്യത്തിലൊരു നോട്ടീസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇത്തരം കേസുകൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വാദിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ആദ്യഘട്ടത്തിൽ തന്നെ തള്ളുന്നു. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കേസുകൾ ഉണ്ടെങ്കിൽ അത് സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നോട്ടീസ്, കോടതിയുടെ നോട്ടീസാണ് കിട്ടിയിരിക്കുന്നത്. ആ കോടതിയുടെ നോട്ടീസ് കിട്ടിയ തലത്തിൽ തന്നെ അതിനകത്ത് കൃത്യമായി വകുപ്പുകളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിവരങ്ങൾ കൃത്യമായി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ മീനാക്ഷി നടരാജൻ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പത്രിക തള്ളിപ്പോകുന്നു. BJP ആ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി തന്നെ മുതലെടുക്കുന്നു. മധ്യപ്രദേശിലെ ചില BJP നേതാക്കന്മാർ അടക്കം പറയുന്നത് ഇത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ മീനാക്ഷി നടരാജന് കിട്ടിയ ഒരു പണിയാണ് എന്നാണ്. തെലങ്കാനയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് മീനാക്ഷി നടരാജനോട് വലിയ എതിർപ്പുണ്ട്. കാരണം മീനാക്ഷി നടരാജനാണ് തെലങ്കാനയുടെ ചാർജുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്. അവിടുത്തെ ചില നേതാക്കന്മാരെയൊക്കെ ജയവന്ത് റെഡ്ഡിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഒതുക്കിയെടുത്തത് മീനാക്ഷി നടരാജനാണ്. അവരുടെ പല പരാതികളും മീനാക്ഷി നടരാജൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാത്ത ഒരു വിഷയമുണ്ട്. മൊത്തത്തിൽ തെലങ്കാന കോൺഗ്രസിനകത്ത് ചില രാഷ്ട്രീയ വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് തെലങ്കാനയുടെ ഇൻചാർജായിരുന്ന മീനാക്ഷി നടരാജനെ രാജ്യസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. ഈ തീരുമാനം വന്ന് മീനാക്ഷി നടരാജൻ പത്രിക സമർപ്പിച്ചതിന് ശേഷം തെലങ്കാനയിലെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മധ്യപ്രദേശിലെ BJP നേതാക്കളെ ബന്ധപ്പെടുന്നതും അങ്ങനെയാണ് അവർക്ക് ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതുമെല്ലാം. പിന്നീട് BJP നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പരാതിയുമായി പോകുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതി സ്വീകരിച്ചുകൊണ്ട് പത്രിക തള്ളുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസ്സിന് രാജ്യസഭയിൽ ഒരു അംഗത്തെ നഷ്ടപ്പെട്ടു. ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് ആളെ എത്തിക്കാൻ കഴിയാതെ പാടുപെടുകയാണ് കോൺഗ്രസ്. ഈ സമയത്താണ് ഉറപ്പായും ജയിക്കാവുന്ന ഒരു സീറ്റിൽ ഇങ്ങനെ അബദ്ധം കാണിച്ചുകൊണ്ട് പാർട്ടി തോറ്റുകൊടുത്തത്. അതിനെതിരെ ശക്തമായ സമരമൊക്കെ കോൺഗ്രസ് നടത്തി നോക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറി വിളിച്ചു നോക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു B ടീമാണ്, അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു നോക്കി. പക്ഷേ ഒരു രക്ഷയുമില്ല. ഏറ്റവും ഒടുവിലായി രാജ്യത്തിൻ്റെ പരമോന്നത നീതിന്യായ കോടതിയായ സുപ്രീം കോടതിയെ പോലും മീനാക്ഷി നടരാജൻ സമീപിക്കുന്നു. ആ സുപ്രീം കോടതി തന്നെ കേസ് ഇന്ന് പരിഗണിക്കുകയും ഹർജി തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. അതായത് ഇത്തരം കേസുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിധി അത് അന്തിമമാണ്. അക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല, ഒരു കാരണവശാലും ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായി പറയുകയും ചെയ്യുന്നു. ഇവിടെ BJPയുടെ രാഷ്ട്രീയ തന്ത്രം അത് അതിവിദഗ്ധമായും സൂക്ഷ്മമായും BJP ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റുകയാണ്. കാരണം അവർക്ക് പരമാവധി രാജ്യസഭാ MP-മാരെ ജയിപ്പിച്ചെടുക്കണം. അതിനവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം ഓടാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, തന്ത്രങ്ങളിൽ കോൺഗ്രസ്സിന് വലിയ അമളി പറ്റുന്നു. ആ അമളിയാണ് ഇവിടെ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തിയത് എന്ന് തന്നെ കൃത്യമായും പറയാനും സാധിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ മേൽക്കൈ ഇപ്പോൾ അങ്ങനെ BJPക്ക് ലഭിച്ചിരിക്കുകയുമാണ്.